പെരിയ ഇരട്ട കൊലപാതക കേസിൽ പ്രതികളായ CPM നേതാക്കൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 പേർക്ക് പ്രത്യേക CBI കോടതി വിധിച്ച 5 വർഷം കഠിന തടവ് കോടതി സ്റ്റേ ചെയ്തു. ജാമ്യം അനുവദിച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പ്രതികൾക്ക് ഇന്ന് തന്നെ പുറത്തിറങ്ങാം. ശിക്ഷ റദ്ദാക്കണമെന്ന പ്രതികളുടെ അപ്പീലിൽ കോടതി CBIക്ക് നോട്ടീസ് അയച്ചു. ഉത്തരവ് ആശ്വാസകരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അപ്പീലുമായി മുന്നോട്ടു പോകുമെന്ന് ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബം പ്രതികരിച്ചു. പെരിയ കേസ് സംബന്ധിച്ച് ഗൂഢാലോചന എന്ന ഒരു ഭാഗം ചേർത്ത് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെ മണികണ്ഠൻ ഉൾപ്പെടെ ഭാസ്കരൻ ഉൾപ്പെടെയുള്ള സഖാക്കളെയെല്ലാം ഈ കേസിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ചെയ്തത്. അതിപ്പോൾ ഹൈക്കോടതി ആ ശിക്ഷ യഥാർത്ഥത്തിൽ ജാമ്യം നൽകുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. അത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. നമ്മൾ അപ്രതീക്ഷിതമായി ഹൈക്കോടതി സ്റ്റേ കൊടുത്തു ഇവർക്ക് 4 പേർക്കും. പക്ഷേ ഇത് നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാര്യമാണ്. വളരെയധികം സങ്കടവും വേദനാജനകവുമായ ഒരു കാര്യമാണ്. അതിനെതിരെ ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. കേരള ജനതയ്ക്കും മൊത്തത്തിലുള്ള ആൾക്കാർക്കെല്ലാം ഇവർ കുറ്റക്കാരാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അവർ 7 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ വേണ്ടി ഞങ്ങളിനി അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിക്കും. എന്നുവെച്ചാൽ ഇവർക്ക് ജാമ്യം കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾക്കൊരു ഭീഷണിയാണ്, ഈ കുടുംബത്തിനൊക്കെ ഒരു ഭീഷണി. ഇവരൊക്കെ ഒരു ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട അതേ നേതാക്കൾ, ഈ കൊല ചെയ്ത പോലെ തന്നെ ഇവരും ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട നേതാക്കന്മാരാണ്. ഇവർ എന്ത് ചെയ്യാനും മടിക്കൂല. ഈ ജാമ്യത്തിലിറങ്ങി വന്ന് ഇന്ന ഏത് കുടുംബക്കാരെ എതിരെ ഇവർ കുതിര കയറുമെന്ന് നമുക്കറിയില്ല. ഗവൺമെൻറ്റിൽ നിന്നൊരു പിന്തുണ നമുക്ക് കിട്ടിയില്ല. നമുക്കെതിരായിട്ടാണ് ഇവർ വാദഗതിയായിട്ട് പോയത്. പേടിച്ചിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടി പോകുന്നില്ല. തൻ്റെ അടുത്തോടു കൂടി ഇവർക്ക് എതിരായിട്ട് ഇവർക്ക് ശിക്ഷ കൊടുത്ത് പോരാന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 നേതാക്കന്മാരെ വിട്ടതിനെതിരായിട്ട് പാർട്ടിയായി ആലോചിച്ചുകൊണ്ട്, വക്കീൽമാർ ആലോചിച്ചുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. കോടതി ഉത്തരവിന് പിന്നാലെ PK ശ്രീമതിയും PP ദിവ്യയും അടക്കമുള്ളവർ കണ്ണൂർ ജയിലിലെത്തി പെരിയ കേസ് പ്രതികളെ കണ്ടു. അല്ല, ശിക്ഷാവിധി മരവിപ്പിച്ചത് ഏകദേശം എല്ലാവരും പ്രതീക്ഷിക്കുന്നതെന്നാണ്. എല്ലാവരെയും കണ്ടു. ഇതുമായി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഞാൻ ചോദിച്ചിട്ടുമില്ല, അവരോട്ട് പറഞ്ഞിട്ടുമില്ല. അത് എൻ്റെ ഒന്നിച്ച് പ്രവർത്തിച്ച ഒരാളാണ് MLA കുഞ്ഞിരാമൻ. ഏറ്റവും നന്നായിട്ട് അറിയാവുന്നവരാണ് ഈ 4 പേരും. അവരെയും കണ്ടു, മറ്റുള്ളവരെയും എല്ലാവരെയും ഒന്നിച്ച് തന്നെയാണ് കണ്ടത്. അത് അങ്ങനെ വിവേചനമൊന്നുമില്ല. അത് എൻ്റെ സഹോദരന്മാർ എന്നുള്ള നിലയിൽ ഞാൻ കണ്ടു, അത്രയേ ഉള്ളൂ. അവർ ഇപ്പോൾ ഇവിടെയാണുള്ളത്, കണ്ണൂർ ജയിലിലാണുള്ളത്. ജയിലിൽ വന്ന് അവരെ കണ്ടു. ഇതിന് മുൻപും തലശ്ശേരിയിലും പാനൂരും ഒക്കെയുള്ള സംഭവങ്ങളുണ്ടായ സന്ദർഭത്തിൽ എനിക്ക് പരിചയമുള്ളവരാണെങ്കിൽ ഞാൻ വന്ന് കാണും. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPM നേതാക്കൾക്ക് വേണ്ടി മേൽക്കോടതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് നേരത്തെ CPM വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ അവരുടെ തന്നെ ഹർജിയിൽ ഇപ്പോൾ ഹൈക്കോടതി നിലവിലെ വിധി സ്റ്റേ ചെയ്തിരിക്കുന്നു. എന്താണ് കോടതിയിലുണ്ടായത്? പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ കൃപേഷും ശരത്ലാലും എന്ന 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ നേരത്തെ 24 പ്രതികളുണ്ടായിരുന്നു. ഇതിൽ 10 പേരെ വിചാരണ കോടതി വെറുതെ വിട്ടു. ബാക്കി 14 പേരെയാണ് ശിക്ഷിച്ചത്. അതിൽ 4 പേർ CPMന്റെ നേതാക്കളാണ്, കാസർകോട്ടെ നേതാക്കളാണ്. ഈ 4 പേർക്ക് 5 വർഷം വീതം തടവ് ശിക്ഷയായിരുന്നു വിചാരണ കോടതിയായ എറണാകുളം പ്രത്യേക സെഷൻസ് കോടതി നേരത്തെ നൽകിയത്. കഴിഞ്ഞ ജനുവരി മാസം 3-നായിരുന്നു ഇത് സംബന്ധിച്ച കോടതിയുടെ വിധിയും. അതിന് തൊട്ടു പിന്നാലെയാണ് 4 CPM നേതാക്കളും അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഇന്ന് ഈ ഹർജി അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുമ്പോഴാണ് ഹൈക്കോടതി ഈ വിചാരണ കോടതിയുടെ വിധി സ്റ്റേ ചെയ്യുന്നതായി, മരവിപ്പിക്കുന്നതായി, സസ്പെൻഡ് ചെയ്യുന്നതായി ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതിനാധാരമായി ഹൈക്കോടതി തന്നെ പറഞ്ഞ കാര്യം, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 225 വകുപ്പ് അനുസരിച്ച് പ്രതികളെ മോചിപ്പിച്ചു എന്ന കുറ്റമാണ് നേരത്തെ ഈ 4 CPM നേതാക്കൾക്കുമെതിരെ വിചാരണ കോടതി കണ്ടെത്തിയിരുന്നത്. ഇതിന് സമാനമായ കുറ്റകൃത്യം പുതിയ ക്രിമിനൽ നിയമം അനുസരിച്ച് ഭാരതീയ ന്യായ സംഹിതയിൽ 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. മാത്രമല്ല 7 വർഷത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളിൽ മേൽ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നിലവിലുണ്ട്. ഈ സാഹചര്യം പരിഗണിച്ചാണ് ഈ ശിക്ഷാ നടപടി മരവിപ്പിക്കുന്നതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ഒപ്പം ജോബിൻ സെബാസ്റ്റ്യൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിൻ്റെതാണ് നടപടി. ഈ ഹർജി അപ്പീൽ ഹൈക്കോടതി ഫൈനൽ സ്വീകരിച്ചിട്ടുണ്ട്. CBIക്ക് എതിർകക്ഷിയായി CBIക്ക്, പ്രോസിക്യൂഷനായി CBIക്ക് ഹൈക്കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ പ്രതികൾക്ക് ജാമ്യവും നൽകിയിട്ടുണ്ട്. ആ ജാമ്യം ഉത്തരവനുസരിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ലഭിക്കുന്നതനുസരിച്ച് ഈ 4 പ്രതികൾക്കും, അതായത് 4 പ്രതികൾ എന്നത് ഒന്ന് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഉദുമ MLAയുമായ KV കുഞ്ഞിരാമനാണ്. രണ്ടാമത്തേത് CPMന്റെ ഉദുമ ഏരിയ സെക്രട്ടറിയും ഒപ്പം ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ മണികണ്ഠനാണ്. മറ്റ് 2 പ്രതികൾ രാഘവൻ വെളുത്തോളി, ഒപ്പം MK ഭാസ്കരൻ എന്നീ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും കൂടിയാണ്. ഇവർക്ക് 4 പേർക്കും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകും.